ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിമർശനങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അവിശ്വാസ പ്രമേയത്തിന്റെ ജനാധിപത്യ വിധിയെ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നതായും ദിയ ബിനു പുളിക്കണ്ടം. അഴിമതി, പൊതുപണം ദുരുപയോഗം, കൈക്കൂലി, സ്വജനപക്ഷപാതം, സർക്കാർ ഉത്തരവുകളുടെ ലംഘനം, നിയമവിരുദ്ധ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പോലും ഇല്ലാതെ 6 മാസം ഭരണം നടത്താൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ദിയ ബിനു പറഞ്ഞു. വസ്തുതാപരമായ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നവർക്കും പിന്തുണച്ചവർക്കും സാധിച്ചിട്ടില്ല. പൊതുപദവി ഒരു അധികാരമല്ല, ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. നഗരസഭയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നതായും അവർ പറഞ്ഞു. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങള് UDF-നെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പൊ അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല വന്നത്. എനിക്കറിയില്ല, നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല, നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പൊ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. പല നഗരസഭയിൽ UDF നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഭരണത്തിലെത്തിയതെന്നും തുടർന്നും UDF തീരുമാനങ്ങൾ അനുസരിക്കുമെന്നും ബിനു പുളിക്കണ്ടം പറഞ്ഞു. വിപ്പ് സ്വീകരിച്ചവരാണോ വിപ്പ് ലംഘിച്ചവരാണോ തീരുമാനമെടുക്കേണ്ടതെന്നും ബിനു പുളിക്കണ്ടം ചോദിച്ചു. കാരണം നമ്മളെ സംബന്ധിച്ച് അല്ല, അത് ഞാൻ പറഞ്ഞത് അല്ല, ഒന്നിച്ച് നിൽക്കും, അത് രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാവുന്നതാണ്, ഈ തുടർന്ന് കോൺഗ്രസിന്റെ ഭരണം തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു 4 പേരുള്ള വിബന്ധന്മാർക്കാണോ അതോ 9 പേരുള്ള ഞങ്ങൾക്കാണോ ഭരണം അവർ ഉദ്ദേശിച്ചതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഏതായാലും UDF-ന്റെ കോൺഗ്രസിന് തന്നെ ഭരിക്കാൻ രാഷ്ട്രീയ സാഹചര്യം പാലായിൽ ഇല്ലല്ലോ. ഇപ്പോൾ അവർ വിമതരായി പുറത്തു പോകുന്നതിന് മുമ്പ് പോലും ഇല്ല. അപ്പോൾ UDF-ന്റെ തീരുമാനം ഭരണം പിടിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കുന്നവർ എന്ത് ചെയ്താലും അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കും.